യൂട്യൂബിൽ നമ്മൾ ഒരുപാട് പാട്ടുകാരുടെ പാട്ടുകൾ നമ്മൾ കേൾക്കും. ഈ പാട്ടുകാരുടെ സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് നമ്മൾ പോയാൽ പലപ്പോഴും ആ യൂട്യൂബിൽ കേട്ട ആ പാട്ടിൻ്റെ ഒരു രസം സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് കിട്ടാറില്ല എന്ന് പലരും പറയാറുണ്ട്. അതിൻ്റെ കാരണം ഈ അടുത്ത് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അഥവാ ഇതുപോലൊരു വലിയൊരു നന്നായി പാടുന്ന ഒരു പാട്ടുകാരൻ്റെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് അവരുടെ സംഘം മുഴുവനായിട്ട് ട്രൂപ്പ് വന്ന് പാടി. പക്ഷേ യൂട്യൂബിൽ ആ കേൾക്കുന്നതിൻ്റെ ഒരു സുഖമൊന്നും സ്റ്റേജ് പ്രോഗ്രാമിൽ അവർ പാടുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുന്ന സമയത്ത് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഓരോ പാട്ടുകളും നമ്മൾ യൂട്യൂബിൽ കേൾക്കുന്നത് സ്റ്റേജ് പ്രോഗ്രാം അല്ലാതെ അവർ റെക്കോർഡ് ചെയ്ത പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് സംഗതികൾ അവർ മിക്സ് ചെയ്യുന്നുണ്ട് റെക്കോർഡിങ് കഴിഞ്ഞതിന് ശേഷം. ഇങ്ങനെയൊക്കെ ഒരുപാട് മിക്സിങ് ചെയ്ത് കഴിഞ്ഞ സാധനമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ മിക്സിങ് ചെയ്യുന്ന സമയത്ത് പലതും ഇതിലേക്ക് അവർ മിക്സ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് പാട്ടിന് കൂടുതൽ ഇമ്പം തോന്നുന്നത്. ഇതേ ആളുകൾ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ വെച്ച് പാടുമ്പോൾ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഈ പാട്ടിൻ്റെ ഒരു രസം കിട്ടണം എന്ന് നമ്മൾ വാശി പിടിച്ചാൽ നടക്കില്ല. കാരണം രണ്ടും വലിയ വ്യത്യാസമായിട്ട് നമുക്ക് തോന്നും. സ്റ്റേജ് പ്രോഗ്രാമിൽ അതിൻ്റെ ഒരു സുഖം കിട്ടിയിട്ടില്ല എന്ന് പലരും പറയും. ഇപ്പോൾ ചില പാട്ടുകാർ സ്റ്റേജ് പ്രോഗ്രാമിൽ വെച്ച് പാടുന്നൊന്നുമില്ല. അവർ റെക്കോർഡ് ചെയ്ത സാധനം വെറുതെ ഇട്ടിട്ട് അതിനനുസരിച്ച് അവരെന്തൊക്കെയോ ഒരു നാടകം, ഒരു കാട്ടിക്കൂട്ടലൊക്കെ നടത്തുന്നുണ്ട്. ചില പരിപാടികൾ അങ്ങനെയുണ്ട്. വലിയ വലിയ പാട്ടുകാർ ചെയ്യുന്ന മറ്റൊരു പരിപാടിയാണത്. റെക്കോർഡ് ചെയ്തിട്ട് ആ ഒറിജിനൽ സാധനം റെക്കോർഡ് ചെയ്ത സാധനം ഇടും. എന്നിട്ട് അവരതിനനുസരിച്ച് പാടുന്നത് പോലെ സ്റ്റേജിൽ പെർഫോം ചെയ്യും. കേൾക്കുന്ന ആളുകൾ കരുതും ഇദ്ദേഹം ഇത് ഇപ്പോൾ ലൈവായിട്ട് പാടുകയാണെന്നുള്ളത്. അങ്ങനെ ലൈവായിട്ട് പാടുന്നതല്ല. നമ്മൾ തന്നെ പലപ്പോഴും യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലുള്ള വലിയ വലിയ അറിയപ്പെട്ട ആളുകളുടെ പാട്ടുകൾ നമ്മൾ സ്റ്റേജ് പ്രോഗ്രാമിൽ വെച്ച് പാടുന്ന പാട്ടുകൾ നമ്മളത് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ, ആ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും പല സ്ഥലങ്ങളിലും അവരുടെ ലിപ്പുകൾ മാച്ചാകുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒറിജിനൽ പാട്ടിൻ്റെ ഓഡിയോ ഇട്ടുകൊണ്ട് ഇപ്പോൾ കറക്റ്റാക്കിയിട്ട് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചല്ല. അത്തരം വീഡിയോകളിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്റ്റേജ് പരിപാടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്ക്ഗ്രൗണ്ട് നോയ്സുകളുണ്ടാകും. അത്തരം നോയ്സുകളൊന്നും ഇല്ലാത്ത ഓഡിയോ ആണ് എന്നുണ്ടെങ്കിൽ അത് അവർ എഡിറ്റ് ചെയ്തിട്ട് ഓഡിയോ കറക്റ്റ് ചെയ്ത് ലിപ്പിന് ഒപ്പിച്ച് അവർ ഇട്ട് കൊടുക്കുന്നതാണ്. അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നോയ്സ് കേൾക്കുന്നുണ്ട്, സ്റ്റേജിൽ വെച്ച് പാടുന്നുണ്ട്, പക്ഷേ പാട്ടുകാരൻ പലപ്പോഴും മൈക്ക് എടുക്കുമ്പോഴും മൈക്ക് അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ നിന്ന് എടുത്തു കഴിയുമ്പോഴും പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പാടുന്നുണ്ട്. ഇത് എങ്ങനെ സംഭവിക്കുന്നു? ചിലപ്പോൾ ഈ പാട്ട് പാടുന്ന ആളുകൾ അറിയാതെ മൈക്ക് ചിലപ്പോൾ എടുക്കും. ആ എടുക്കുന്ന സമയത്തും ഇത് റെക്കോർഡാണല്ലോ, റെക്കോർഡാണ്. ചിലപ്പോൾ അത് ശ്രദ്ധിക്കാതെ അത്തരം രംഗങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. ഇത്തരം രംഗങ്ങൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഇത് റെക്കോർഡ് ചെയ്ത് ഇട്ടിട്ടാണ് ഇദ്ദേഹം സ്റ്റേജിൽ കിടന്ന് വെറുതെ പാടുകയാണെന്നുള്ളത്. ശരിക്കുമുള്ളൊരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേജ് പരിപാടികൾക്ക് 1-2 മണിക്കൂർ കൂടുതലൊന്നും ലൈവായിട്ട് ഈ ഡൈനാമിക് മൈക്കയിൽ കിടന്ന് പാട്ട് പാടാൻ കഴിയില്ല. അങ്ങനെ നിരന്തരമായിട്ട് സ്റ്റേജ് പരിപാടികൾ പെർഫോം ചെയ്ത് ഈ ഡൈനാമിക് മൈക്കയിൽ 1-2 മണിക്കൂർ ചീറി കഴിഞ്ഞാൽ ശബ്ദത്തിന് തന്നെ വലിയ മാറ്റം വരും. ശബ്ദം കിട്ടാതെ വരും. അതുപോലെ തന്നെ പല പ്രയാസവും, തൊണ്ട സംബന്ധമായ ശബ്ദ സംബന്ധമായ പല പ്രയാസങ്ങളും അത്തരം പാട്ടുകാർക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് മിക്ക പരിപാടികളിലും ഇവർ റെക്കോർഡ് ചെയ്ത സാധനം ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ എല്ലാ പരിപാടിയിലും പോയിട്ട് ലൈവായിട്ട് പാടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഇത്തരം മിക്ക പരിപാടികൾക്കും റെക്കോർഡാണ് അവരിട്ട് കൊടുക്കുന്നത്. പക്ഷേ കാണികൾ, ഓഡിയൻസ് ഇതറിയുന്നില്ല.